പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ലോഹം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിറ്റായ ഈ പാരഡി ഗാനത്തിനെതിരെ DGPക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പാരഡി പാട്ടിൽ ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. എന്നാൽ കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിയമോപദേശത്തിന് ശേഷമേ കേസെടുക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്നാണ് തിരുവാഭരണ പാദ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നത്. ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് CPM രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നാദാപുരത്ത് നിന്ന് 46 വർഷം മുൻപ് ഖത്തറിലേക്ക് പോയ GP കുഞ്ഞബ്ദുള്ള എഴുതിയ പാരഡി ഗാനമാണിത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിന്റെ ആണിക്കല്ലായി വിലസിയ ഈ പാരഡി ഗാനം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി എഴുതിയതല്ല. യൂത്ത് കോൺഗ്രസുകാർക്കും പിന്നീട് യൂത്ത് ലീഗുകാർക്കുമെല്ലാം അയച്ചെങ്കിലും ആരും അത് പരിഗണിച്ചതുമില്ല. കോഴിക്കോട്ടുള്ള ഹനീഫ മുടിക്കോടനാണ് സംഗീതം നൽകി പാട്ടാക്കിയത്. അത് ഡാനിഷ് കൂട്ടിലങ്ങാടി പാടിയപ്പോൾ ഹിറ്റായി. കുഞ്ഞബ്ദുള്ളയുടെ സുഹൃത്താണ് ഹനീഫ. UDFും NDAയും സംസ്ഥാന വ്യാപകമായി ഈ പാരഡി ഗാനം തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റെടുത്തിരുന്നു. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ എന്ന പ്രശസ്തമായ ഭക്തിഗാനത്തിന്റെ ഈണത്തിലാണ് ഈ പാട്ട് എഴുതിയത്. ഏതായാലും ഈ പാട്ട് ഹിറ്റായെന്ന് മാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞവരുടെ എണ്ണം നോക്കിയാൽ മില്യൺ ആളുകളാണ്.